ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പല കുട്ടികളോട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഈ ലൈൻ റൊട്ടേഷനും പ്ലെയിൻ റൊട്ടേഷനും ഈ ട്രേസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതായത് ലൈൻ റൊട്ടേഷനിൽ എങ്ങനെയാണ് നമ്മൾ ട്രേസ് മാർക്ക് ചെയ്യുന്നത്, അതുപോലെ പ്ലെയിൻ റൊട്ടേഷനിൽ എങ്ങനെയാണ് ട്രേസ് മാർക്ക് ചെയ്യുന്നത്. അതിന് മുന്നേ ജസ്റ്റ് എന്താണ് ട്രേസ് എന്നൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ ഒരു ഫിഗറിൽ ഒരു ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടിയതായ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ഈ ആക്ച്വൽ ലെങ്ത് നമ്മൾ റിവേഴ്സ് പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എക്സ് വൈയിൽ ടച്ച് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റ് ദെൻ അതിനുശേഷം ഇവിടെ നിന്നൊരു വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കണം. ഒരു വെർട്ടിക്കൽ ലൈൻ, ഈ ഒരു വെർട്ടിക്കൽ ലൈനും ദെൻ അടുത്ത് ഇവിടുത്തെ അപ്പാരൽ ലെങ്തായ ടോപ്പ് വ്യൂ. ഓക്കെ, ഇവർ തമ്മിൽ മീറ്റപ്പ് ആവുന്ന ഒരു പോയിന്റാണ് ഈ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈൻ എച്ച് പിക്ക് അല്ലെങ്കിൽ വി പിക്ക് ഇൻക്ലൈൻഡ് ആയ ലൈൻ റിവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എച്ച് പി എന്ന സർഫസിലോ വി പി എന്ന സർഫസിലോ മീൻസ് ഹൊറിസോണ്ടൽ പ്ലെയിനിലോ വെർട്ടിക്കൽ പ്ലെയിനിലോ വന്ന് ടച്ച് ആവുന്ന ഒരു പോയിന്റ്സ് ആണ് വെർട്ടിക്കൽ ട്രേസ് എന്നും ഹൊറിസോണ്ടൽ ട്രേസ് എന്നും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ലൈൻ റൊട്ടേഷനിലും പ്ലെയിൻ റൊട്ടേഷനിലും എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ ട്രേസ് എങ്ങനെ മാർക്ക് ചെയ്യുന്ന പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ നമുക്ക് ഈ ട്രേസ് മീൻസ് എന്താണ്? ട്രേസ് മീൻസ് നമ്മുടെ ഈ ട്രൂ ലെങ്ത് ഇല്ലേ, ഈ ട്രൂ ലെങ്തിനെ റിവേഴ്സ്, അതായത് ഇതിപ്പോൾ എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്, ഇതിനെ റിവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വന്ന് ഈ എച്ച് പി സർഫസിൽ ടച്ച് ചെയ്യുന്നില്ലേ, ഈ ഒരു പോയിന്റ്സ് ആണ് എച്ച് ടി എന്നും വി ടി എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടച്ചായ പോയിന്റ്സ് ഇല്ലേ, അതായത് ഈ കിട്ടിയ ഈ ഫ്രണ്ട് വ്യൂവിനെ ലൈറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈയിൽ ടച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതുപോലെ ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ ഇവിടെ കിട്ടിയ ടോപ്പ് വ്യൂ, അതായത് എ ബി എന്ന ലൈനും എക്സ്റ്റെൻഡ് ചെയ്യുക, ലൈറ്റായിട്ട് കൊണ്ടുവരിക, എക്സ് വൈയിൽ ടച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം ഫ്രണ്ട് വ്യൂ എക്സ് വൈയിൽ ടച്ച് ആവുന്ന പോയിന്റ് വി എന്ന് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇതല്ല ലൈന്, ഈ ടച്ച് ആയ പോയിന്റ് വി എന്ന് മാർക്ക് ചെയ്തു. ദെൻ ടോപ്പ് വ്യൂ ടച്ച് ആവുന്ന പോയിന്റ് എച്ച് ഡാഷ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ടച്ചായ പോയിന്റിൽ നിന്ന് വെർട്ടിക്കലായിട്ട്, അതായത് എക്സ് വൈയിൽ ടച്ച് ചെയ്തില്ലേ പോയിന്റ്, ഇവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ഈ രണ്ട് പോയിന്റിൽ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ദെൻ ഈ ടച്ചായ പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് നമ്മുടെ കിട്ടിയതായ ഫ്രണ്ട് വ്യൂ, ടച്ചായ പോയിന്റ്സ് ഇവിടെ കിട്ടി. ഇത് ഇവിടെ നിന്ന് ഈ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന ടോപ്പ് വ്യൂ ടച്ച് ആവുന്ന ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്, എച്ച് ടി, ഹൊറിസോണ്ടൽ ട്രേസ്. ഓക്കെ, അതുപോലെ ടോപ്പ് വ്യൂ എക്സ് വൈയിൽ ടച്ച് ആയ പോയിന്റ് എച്ച് ഡാഷ്, ഈ പോയിന്റ് ഇവിടെ നിന്ന് വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈൻസ്, അതായത് ഈ ഫ്രണ്ട് വ്യൂമായി ടച്ച് ആവുന്നത് ഈ ഒരു പോയിന്റ്, ഇതാണ് വെർട്ടിക്കൽ ട്രേസ്. ദെൻ നിങ്ങൾ ഇവിടെ നിന്ന് ഈ വി എച്ച് ടി മെഷർ ചെയ്യുക, ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് എച്ച് ഡാഷ് വി ടി മെഷർ ചെയ്യുക. ഈ ഡിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 0.4 എന്ന് കിട്ടും. അതായത് 4 mm എന്ന് കിട്ടും. ഈ ഒരു പോയിന്റ് ഒരു 5 mm എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് പ്ലെയിൻ റൊട്ടേഷനിൽ ട്രേസ് എങ്ങനെ മാർക്ക് എന്ന് പറയാനായിട്ട് പോണത്. അപ്പോൾ ഇതിൽ പറയാൻ പോകുന്ന കാര്യം ഈ ഒരു 2 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്, ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് വിൽ ഇൻഡിക്കേറ്റ് vertical trace. Intersection of the front view and corresponding true length will indicate vertical trace. ഇവിടെ കിട്ടുന്ന ആംഗിൾ ആണ് ഫൈ എന്ന് പറയും. ഓക്കെ, ആംഗിൾ എന്താണ്? ഫൈ. രണ്ടാമത്തെ പോയിന്റ്, ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ടോപ്പ് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് വിൽ ഇൻഡിക്കേറ്റ് ഹൊറിസോണ്ടൽ ട്രേസ്. ഈ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേരാണ് തീറ്റ. ഓക്കെ, ഈ ഒരു കാര്യം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. നേരത്തെ പറഞ്ഞത് ലൈൻ റൊട്ടേഷൻ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയതായ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആദ്യം വരച്ചില്ലേ, ചെയ്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഇതിൽ ഇനി അടുത്ത് കിട്ടാനായിട്ട് ഈ വരച്ച ഫ്രണ്ട് വ്യൂവിൽ നിന്നും ടോപ്പ് വ്യൂവിൽ നിന്നും 90 ഡിഗ്രി വരയ്ക്കുക. ഫ്രണ്ട് വ്യൂവിൽ നിന്നും ടോപ്പ് വ്യൂവിൽ നിന്നും 90 ഡിഗ്രി വരയ്ക്കുക. ഓക്കെ, ഇതിലെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ 90 വരയ്ക്കുക. ദെൻ അതുപോലെ ടോപ്പ് വ്യൂവിൽ നിന്നും 90 ഡിഗ്രി വരയ്ക്കുക ലൈറ്റായിട്ട്. ഓക്കെ ആണല്ലോ. വരച്ചതിന് ശേഷം കോമ്പസ് എടുക്കുക. എക്സ് വൈക്ക് താഴെയുള്ള ഫ്രണ്ട് വ്യൂ
അല്ലെങ്കിൽ എക്സ് വൈക്ക് താഴെയുള്ള മുകളിലുള്ള ഫ്രണ്ട് വ്യൂ പി ഡാഷ് കോമ്പസിൽ എടുക്കുക. ഇവിടെ കട്ട് ചെയ്യണം. എക്സ് വൈക്ക് താഴെയുള്ള ടോപ്പ് വ്യൂവിൽ കട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. അതായത് ഈ ഒരു ലെങ്ത് കോമ്പസിൽ എടുക്കുക, ഇവിടെ കട്ട് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എക്സ് വൈക്ക് മുകളിലുള്ള അടുത്ത് ക്യൂ ഡാഷ് എന്ന എൻ്റെ കോമ്പസിൽ എടുക്കുക. ദെൻ എക്സ് വൈക്ക് താഴെ കട്ട് ചെയ്യുക. ഓക്കെ, അതായത് ഈ ഒരു ലെങ്ത് കോമ്പസിൽ എടുത്തു, ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എക്സ് വൈക്ക് താഴെയുള്ള ടോപ്പ് വ്യൂ കോമ്പസിൽ എടുക്കുക. ഈ ഒരു ലെങ്ത് കോമ്പസിൽ എടുക്കുക, ഇവിടെ കട്ട് ചെയ്യുക. അതായത് ഈ ഒരു ലെങ്ത് കോമ്പസിൽ എടുത്തു, ഇവിടെ കട്ട് ചെയ്തു. ഇനി അതുപോലെ ഈ ഒരു ലെങ്ത് കോമ്പസിൽ എടുക്കുക, ഇവിടെ കട്ട് ചെയ്യുക. ക്ലിയർ ആയ പറഞ്ഞ കാര്യം? എക്സ് വൈക്ക് താഴെയുള്ളത് എടുക്കുക, മുകളിൽ കട്ട് ചെയ്യുക, മുകളിലുള്ള എടുക്കുക, താഴെ കട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ചെയ്യേണ്ട കാര്യം ഈ കിട്ടിയ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. ഈ കിട്ടുന്ന രണ്ട് ലെങ്ത് ഈക്വൽ ആയിരിക്കും, അതായത് ട്രൂ ലെങ്ത് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഈ ലെങ്ത് എന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കും. സെയിം ആയിട്ട് കിട്ടും. സെയിം ആയിട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, വരച്ചത് തെറ്റിയെന്ന് ഓർത്തോളണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആൻസർ? ഇത് 77 ഓർ 76. ഇവിടെ അതേപോലെ 76 നിൽപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ ട്രൂ ലെങ്ത് എത്രയാണ്? 76 mm. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ട്രേസ് മാർക്ക് ചെയ്യണം. ട്രൂ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, PQ എന്ന് മാർക്ക് ചെയ്യുക. PQ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? ഇന്റർസെക്ഷൻ ഓഫ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത്. ഇവിടെ കിട്ടിയതായ ഫ്രണ്ട് വ്യൂ ഇതല്ലേ? അപ്പൊ ഈ ഫ്രണ്ട് വ്യൂ ലൈറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ഫ്രണ്ട് വ്യൂവിന് പാരലായിട്ട് വയ്ക്കുക. ഈ ഫ്രണ്ട് വ്യൂവിന് പാരലായിട്ട് എന്ത് ചെയ്യുക? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവർ തമ്മിൽ ഇന്റർസെക്റ്റ് ആവുന്ന ഈ പോയിന്റ് ദാറ്റ് ഈസ് കോൾഡ് വെർട്ടിക്കൽ ട്രേസ്. ഓക്കെ, ഇനി ഈ ടച്ച് ആയില്ലേ പോയിന്റ്? ഈ കിട്ടുന്ന ആംഗിൾ എന്താ പറഞ്ഞേ? ഫൈ. ഓക്കെ, പ്ലെയിൻ റൊട്ടേഷൻ ആകുമ്പോൾ തിരിയും. ഈ ഒരു ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്ന കാര്യം. ഇനി ഈ ഒരു ഈ ടച്ചായ പോയിന്റ് നേരെ വെർട്ടിക്കലായിട്ട് എക്സ് വൈയിൽ ടച്ച് ചെയ്യുക. ഓക്കെ, ഈ കിട്ടുന്ന പോയിന്റ് ഞാനിവിടെ വി എന്ന് കൊടുക്കുകയാണ്. ദെൻ ഇവിടെ നിങ്ങൾ VT മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് വെർട്ടിക്കൽ ട്രേസ് ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ ആണ് ഫൈ എന്ന് പറയും. ആ ഫൈയുടെ ആൻസർ 11 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു ആംഗിൾ ആണ് ഫൈ, ദാറ്റ് ഈസ് 11 ഡിഗ്രി. ഓക്കെ, ഇനി ഇതുപോലെ നിങ്ങൾ ഈ കിട്ടിയതായ അടുത്തെന്താണ്? ടോപ്പ് വ്യൂ ആൻഡ് കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത്. ടോപ്പ് വ്യൂ ആരാണ്? PQ അല്ലേ? അപ്പോൾ ഈ ടോപ്പ് വ്യൂ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ ഇവിടെ കിട്ടിയ കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇവർ തമ്മിൽ മീറ്റപ്പ് ആവുന്ന ഈ ഒരു പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ട്രേസ് HT. ഇവിടെ കിട്ടുന്ന ഈ ഒരു ആംഗിൾ ആരാണ്? തീറ്റ. ഈ ഒരു ആംഗിൾ മെഷർ ചെയ്യുക. തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 47 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. ഈ ഒരു ആംഗിൾ 47 ഡിഗ്രി എന്ന് കിട്ടും. ദെൻ ഈ ടച്ചായ പോയിന്റ് വെർട്ടിക്കലായിട്ട് XYയിൽ ടച്ച് ചെയ്യിപ്പിക്കുക. ഈ പോയിന്റ് വിളിക്കുന്ന പേരാണ് H എന്ന പോയിന്റ്. ഇവിടെ നിന്ന് HT മെഷർ ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് VT മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എറൗണ്ട് ഒരു 6 അല്ലെങ്കിൽ 61 mm എന്ന് കിട്ടും. ദെൻ HT കിട്ടുന്ന ഡിസ്റ്റൻസ് എറൗണ്ട് ഒരു 16 എന്ന് കിട്ടും. 16 mm. ഓക്കെ,